പെണ്ണ് ഇന്നും വന്നു. അലിയ, അവളെ എനിക്കൊന്ന് വളച്ച് തരണം. സാറേ, ഞാൻ അന്നേ പറഞ്ഞില്ലയോ അവക്ക് തലത്തെട്ടിലാണ് പിടിയെന്ന്. അളിയ മനസ്സ് വെച്ച നടക്കും അളിയ. അളിയനോ? സാറേ, സാറിന്റെ പെങ്ങളെ കെട്ടാമെന്ന് വെച്ചാൽ എനിക്ക് പ്രായമായി പോയി. അല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ കെട്ടുമെന്ന് വെച്ചോ. ആ പെണ്ണിനൊന്ന് വളച്ച് താ. അളിയ, ഞാൻ അന്നേ പറഞ്ഞില്ലയോ എനിക്ക് ഈ മാമാപ്പണി പതിവില്ലെന്ന്. എങ്കിൽ ഞാൻ വളച്ചോളാം. അളിയോ, വളയ്ക്കുന്നത് കൊള്ളാം, നട്ടെല്ല് സൂക്ഷിച്ചോളണം കേട്ടോ. ദൈവമേ, ഈ മുടിഞ്ഞോന്റെ ഒക്കെ കയ്യിലല്ലയോ നീ പണം കൊണ്ടു കൊടുക്കുന്നത്. ഹലോ ഹലോ, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങളെ പഴയതൊക്കെ സംഭവിക്കില്ലടാ. മധുരം കുടിച്ചിട്ട് കൊണ്ടാ. താങ്ക് യു. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്റെ വേണം. ഞാൻ സൈക്കിൾ ഞാൻ വരാം. എന്റെ സൈക്കിൾ ഞാൻ എടുക്കുന്നുണ്ട്. നീ എവിടെ പോയി? പിന്നെ പരീക്ഷയും കഴിഞ്ഞു, കോളേജും അടച്ചു. പിന്നെയും പിന്നെയും പണത്തിന് അവിടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. പിന്നെ വായ് ഭക്ഷിക്കുമോ? പലതൊക്കെ കഴിക്കട്ടെ. ആഹാ, ഞാനും ടാക്സി പിന്നെ മുടിഞ്ഞു പോയോ? ശരി, മേലാൽ അവിടെ പോകരുത്. ചേട്ടാ, പരീക്ഷയൊക്കെ എങ്ങനെ എഴുതി? അത് കൊള്ളാം, പരീക്ഷ കഴിഞ്ഞത് ഞാനാണോ? ഇതാണ് പറയുന്നത്, ഇടയിൽ കയറി നിൽക്കരുത്, രണ്ട് വശത്തുനിന്നും ഇടികൊള്ളും. അതിനുള്ള ആരോഗ്യം എനിക്ക് ഒട്ടില്ല. നല്ലവണ്ണം എഴുതിയിട്ടുണ്ട്, നിശ്ചയമായിട്ടും ജയിക്കും. റിസൾട്ട് എന്ന് വരും? നാളത്തെ പത്രത്തിൽ കാണും. നാളത്തെ പത്രത്തിൽ കാണും പോലെ ഇരിക്കും. നിന്റെ കഴുത്തിൽ താലിയും അവന്റെ കഴുത്തിൽ സ്റ്റെത്തസ്കോപ്പും കയറാം. റിസൾട്ട് എങ്ങാനും വിപരീതമായിട്ട് വന്നാൽ എന്റെ കഴുത്തിൽ കയറും കയറും. അപ്പോ ഞാൻ പോട്ടെ ചേട്ടാ. നീ പോട്ടേന്ന് ചോദിക്കുന്നത് എന്നെ പോകാൻ പറയുന്ന പോലെ ഇരിക്കുന്നല്ലോ. പോണം ചേട്ടാ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോകാം. പറയാനില്ല. സത്യം പറ, നിനക്ക് ഇവിടുന്ന് ഇപ്പൊ പോണോന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് പോവാം. എങ്ങോട്ട്? റിസൾട്ട് നോക്കണ്ടേ? നാളത്തെ റിസൾട്ട് ഇന്നേ പോണം. എന്റെ പൊന്നുമോനെ, അത് അറിയുന്നവരെ എനിക്ക് ജീവനില്ലടാ. നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ ആരും പോകുന്നില്ല. നോക്ക്, 4 മണിക്ക് റിസൾട്ട് നോക്കാൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചോ? യുവന്മാരെല്ലാം ഇന്നലെ രാത്രിയേ വന്ന് കിടക്കുന്നതാ. മുഖത്ത് നോക്ക്, ഒരൊറ്റ എണ്ണം ജയിക്കുന്ന ലക്ഷണമുണ്ടോ? വലിച്ചു പുകച്ചോ. തണ്ടമാരുണ്ടാക്കിയ കാശേ വലിച്ചങ്ങനെ കളഞ്ഞു. അല്ല, വിജയനും വന്നോ? അപ്പോഴേ നീപ്പിലെയും പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഞാനല്ല, എന്റെ മോനെഴുതിയിരിക്കുക. അത് കൊള്ളാം. മോൻ പാസ്സാകുന്നതിന് മുമ്പേ കഴുത്തിൽ സ്റ്റെത്തസ്കോപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഏജന്റെ പേപ്പർ വന്നില്ല. എന്താണ് ഇത്? നേരെ വെളുത്തിട്ടില്ല, അതിന് മുമ്പ് പേപ്പർ. നീ വരളാതെ, ഇന്ന് അവർക്ക് ആ മാർക്കറ്റ്. ഇന്നല്ലാതെ ഇന്നത്തെ പേപ്പർ 5 മണിക്കേ വരൂ. ഇന്നലത്തെ മതിയോ? ഇന്നത്താണ് പേപ്പർ എടുക്കാൻ പയ്യൻ പോയിട്ടുണ്ട്. അതിന് മുമ്പ് ഓരോരുത്തരും ഒന്ന് പേപ്പർ പേപ്പർ പേപ്പർ. കാണുന്നില്ലല്ലോ, എന്നെ ചതിച്ചോ ഈശ്വര.
എടാ വടവാടി, നീ തോറ്റിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വെണ്ണ കഴിക്കാനില്ല. എന്റെ ഈശ്വര. വിജയ വിജയ, നീ പാസ്സായടാ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായടാ മോനെ. എല്ലാം നിന്റെ അനുഗ്രഹം കൊണ്ടാടാ. ഇനി വേണം എനിക്ക് എന്റെ ചേട്ടന്റെ മുമ്പിൽ നട്ടല് നിവർത്തി നടക്കാൻ. അപ്പോഴേ ഡോക്ടർ സാറേ, വേഗം വന്നാട്ട് ചേച്ചിയുടെ വിവരം പറ. ചേച്ചിയുടെ തപസ് വലിച്ചു, ലക്ഷ്യം നിറവേറി, വിജയം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നമ്പർ 58-86. എന്റെ ഗുരുവായൂരപ്പ, അനിയ, നീ അവനെ പഠിപ്പിച്ചതല്ല, ഒരു പാവപ്പെട്ട കുടുംബത്തിനെ രക്ഷപ്പെടുത്തി അനിയ, രക്ഷപ്പെടുത്തി. ചേച്ചിയുടെ കാര്യത്തോട്ട് നമസ്കരിക്കൂ. ഇനി വേണം എനിക്ക് എന്റെ ചേട്ടന്റെ മുഖത്ത് നോക്കി 2 പൂരപ്പാട്ട് പാടാൻ. അടിച്ചു നിന്റെ ചെവിക്കുറ്റി പൊട്ടിക്കും. നീ എന്തോ വിചാരിച്ചാ? ഞാൻ വിചാരിച്ചത് ഞാൻ സാധിച്ചു. ഒരു തെണ്ടി ഡോക്ടർ പരീക്ഷ പാസ്സായി, അത്ര തന്നെയല്ലോ. ഞാൻ വിചാരിച്ചാൽ ഒരു MBBS കാരനെ എന്റെ കുശിനിക്കാരനാക്കും. അറിയോ? ആക്കിക്കോ. ഞാൻ പക്ഷെ എന്റെ അളിയനാക്കാൻ പോയി. അളിയനോ? ആ, പെങ്ങളെ കിട്ടുന്ന പിന്നെ അളിയനല്ലാതെ അമ്മായിയപ്പനാണോ? അതിന് എന്റെ തന്ത വേറെ ആയിരിക്കും. അറിയോ? അത് നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മേ. പിന്നല്ലേ, അങ്ങേർക്ക് അവസ്മാരത്തിന്റെ സൂക്കേടാളിയാ. വാ നമുക്ക് പോവാം. ചേർത്തേ, ഞങ്ങൾ പോകുന്നേ. അങ്ങനെ ആ കൺട്രാക്ട് കരുണാകരമുള്ള അദ്ദേഹം വരുന്നു. ഇങ്ങോട്ടോ? അതെ, ഇങ്ങോട്ട് വരുന്നോ? മീനാക്ഷി, മീനാക്ഷി, കൺട്രാക്ടർ കരുണാകരമുള്ള വരുന്നു. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ടുപോയി. ആര് തനിക്ക് മര്യാദയുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തനിച്ചിരിക്കുമ്പോ തുറന്നു കിടക്കുന്ന വീട്ടിൽ പട്ടി നുഴഞ്ഞു കയറുമ്പോൾ താമെന്ന് കയറിയല്ലോ മകനിരുത്തവൻ. ഓ, പകരത്തിന് പകരം. അന്ന് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഒരല്പം കുടുംബകലഹത്തിലായിരുന്നു. ആ ദേഷ്യത്തിൽ ഏതാണ്ട് പറഞ്ഞു പോയതാ. അങ്ങ് ക്ഷമിച്ചേക്കണം. എടോ കരുണാകരൻ നായരെ, ദേഷ്യവും കുടുംബകലഹവുമെല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആളും തരും അറിഞ്ഞ് അത് കാണിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് വലിയവനെയും ചെറിയവനെയും തിരിച്ചറിയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ചെറിയവൻ തന്നെയാ, അങ്ങന്ന് വലിയവനും. ആ വിശ്വാസത്തോടെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ വേണ്ട, ഞാൻ നിന്നോളാം. അപ്പൊ വന്ന കാര്യം, ഇന്നാള് ഒരു വിവാഹാലോചനയുമായി അങ്ങ് എന്റെ അടുത്ത് വന്നിരുന്നല്ലോ. അതേ വിവാഹാലോചനയുമായി ഞാൻ ഇന്ന് അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അങ്ങയുടെ മകനെ കൊണ്ട് എന്റെ അനുജത്തിയെ വിവാഹം കഴിപ്പിക്കാൻ. ഞാൻ ഏതാണ്ടൊക്കെ അറിയാതെ അന്ന് പറഞ്ഞു പോയത് മനസ്സിൽ വെച്ചോണ്ട് തടസ്സമൊന്നും പറയാം. ഏയ്, ഞാൻ ഒന്നും അങ്ങനെ മനസ്സിൽ വയ്ക്കുന്നവനല്ല. പക്ഷേ നിങ്ങളോടൊന്നും പകരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചോദിച്ചു. ഇരിക്കും ഇരിക്കും ഇരിക്കോ? വേണ്ട വേണ്ട, എന്റെ മനസ്സ് തണുത്തു. കാപ്പിടിച്ചിട്ട് പോവാ. അങ്ങനെ പോയാലോ? അയ്യോ അങ്ങനല്ല, ഞാൻ പെട്ടെന്ന് ഇന്ന് കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും. നിങ്ങൾ ഒരുത്ത് എനിക്കാണോ കല്യാണം? എന്റെ മകൻ ഒന്ന് പെണ്ണിനെ കാണണ്ടേ? എന്നാ മകനെ വിളിച്ചാട്ടെ. അവൻ പുറത്തെങ്ങാണ്ടോ പോയിരിക്കുക. ആ, ഒരു നല്ല ദിവസം നോക്കി ഞാനും അവനും കൂടി അങ്ങോട്ട് വരാം. അങ്ങനെ. പിന്നെ മീനാക്ഷിയമ്മേ, അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലും മീനാക്ഷിയമ്മ വേണം ഈ കല്യാണം മംഗളമായിട്ട് വർദ്ധിച്ചു തരാൻ. എന്നാ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ. അന്ന് ഇയാള് എന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞ് എന്നെ അവമാനിച്ചു. ഇപ്പൊ പെണ്ണ് തരാമെന്ന് വലിയ കറി വന്നിരിക്കുന്നു. വന്നത് മാത്രമോ, എന്തൊരു ഭവ്യത, എന്തൊരു വിനയം! എന്താണ് ഇതിന്റെ അർത്ഥം? ഒരുപക്ഷേ അവൻ പിന്നെ എന്നെ പറ്റി ആലോചിച്ചിരിക്കും. അപ്പോ പഴയ കഥകളെല്ലാം ഓർമ്മ വന്നിരിക്കും. ആദ്യത്തെ അങ്ങനെ വരട്ടെ.